നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മെയിൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഹെയർ ഡൈ ഇട്ടതാണ് കേട്ടോ. ഇത് കണ്ടോ, ആദ്യം ഫസ്റ്റ് പാക്ക് ഇട്ടു. മൈലാഞ്ചിയും നെല്ലിക്കപ്പൊടിയൊക്കെ കൂടിയിട്ടുള്ള ഫസ്റ്റ് പാക്ക് ഇട്ടു. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നീലാമ്പരി ഇട്ടത് കേട്ടോ. നീലാമ്പരി ഇത് ഇട്ടു. ഹെയർ ഡൈ ആണിത്. കണ്ടോ, മുടിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് ഇല്ലേ, അങ്ങനെ എല്ലാവർക്കും മുടി ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കിട്ടും. ഇതുപോലെ ഫസ്റ്റ് പാക്കും സെക്കൻഡ് പാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുടി വളരുകയും ചെയ്യും കേട്ടോ. ഡൈ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മുടിക്കാണെങ്കിൽ നല്ല കരുത്തും കിട്ടും, മുടി കളറും കിട്ടും, കൂടാതെ ഗ്രോത്തും ഉണ്ടാകും. ഷാമ്പു ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ മുടിയിലുള്ള അഴുക്കൊക്കെ കളയുന്നത് നെല്ലിക്കപ്പൊടിയും പിന്നെ താളിയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. ചെമ്പരത്തി താളിയിൽ നെല്ലിക്കപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പാക്ക്, അത് തലയിൽ ഇട്ട് വെച്ചിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയുമ്പോൾ തലമുടിയിലുള്ള ഓവറായിട്ടുള്ള എണ്ണയും അതുപോലെ തന്നെ ചെളി അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പോകും. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ലേ, കണ്ടോ, ഷാമ്പു ഇട്ട പോലെ തോന്നും നമുക്ക് കേട്ടോ. ഞാൻ സോപ്പ് പോലും ഉപയോഗിക്കാറില്ല കേട്ടോ. ആയുർവേദത്തിൽ സോപ്പ് ഉണ്ട്, അതുപോലും ഉപയോഗിക്കാറില്ല. ഞാൻ ഈ ആയുർവേദ പൊടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. എല്ലാം പറയുമ്പോൾ എണ്ണയും തേക്കുന്നുണ്ട്, പക്ഷേ എണ്ണമഴയും കണ്ടോ ഓവറായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഈ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ ഇതുപോലെയുള്ള ആയുർവേദ പാക്ക് ഇടും ഞാൻ, നെല്ലിക്കപ്പൊടിയൊക്കെ കൂടിയിട്ടുള്ളത്. ഞാൻ ഈ താളിപ്പൊടിയിൽ താളി ഉണ്ടല്ലോ, നമുക്ക് അരച്ചെടുക്കുന്ന താളി, ആ താളിയിൽ നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് ഇട്ടിട്ടുണ്ട്. അത് സൂപ്പർ പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഷാമ്പു ഇട്ട പോലെ തോന്നും, ഇതുപോലെ സിൽക്കി ആയിട്ട് കാണും പറ്റും. അപ്പോൾ കാണാത്തവർ വീഡിയോ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ബട്ടൺ അമർത്തിയാൽ ഓളെന്ന് അമർത്തി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണും. അതിൽ ഞാൻ ഈ ചെമ്പരത്തി താളി പ്ലസ് നെല്ലിക്കപ്പൊടിയുടെ പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഷാമ്പു പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം കേട്ടോ. ഒരു ഷാമ്പുവും വേണ്ട, നമുക്ക് സോപ്പ് വേണ്ട. അല്ലാതെ നമുക്ക് നമ്മുടെ മുടി എങ്ങനെ ഭംഗിയാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് കാണണം കേട്ടോ. ഷാമ്പു നിർത്തുമ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കും. ഒരുവിധം മുടി കൊഴിച്ചിലെല്ലാം നമുക്ക് ഉണ്ടാവാൻ കാരണം ഈ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. മുടി പൊട്ടിപ്പോകും, മുടിക്ക് കളറ് കിട്ടില്ല, നാച്ചുറലായിട്ടുള്ള ഓയിലെല്ലാം പോകും നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഷാമ്പു ഒക്കെ തേക്കുമ്പോൾ. കാരണം എല്ലാ ഷാമ്പുവിലും സോപ്പിലൊക്കെ കെമിക്കൽ എങ്ങനെയായാലും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ സോപ്പിനിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ സോപ്പിനിട്ട് ഉപയോഗിക്കുമ്പോൾ പത വരും, ഓക്കെയാണ്. പക്ഷേ അതും കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് കെമിക്കലായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അതും നമ്മളൊരു പരിധി വരെ ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നെല്ലിക്കപ്പൊടി, ശിക്കാക്കായ്പ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ താളി, ഇത് ഉപയോഗിച്ചോളൂ. ഒരിക്കലും ഷാമ്പു ഉപയോഗിക്കേണ്ട കേട്ടോ. ഷാമ്പു ഉപയോഗിക്കുന്നവരൊക്കെ ഇന്ന് മുതൽ നിർത്താം. എന്നിട്ട് ഈ ആയുർവേദ പൊടികൾ ഞാൻ എല്ലാത്തിനും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കണ്ടു നോക്കാം കേട്ടോ. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും, എങ്ങനെയാണ് ഷാമ്പു ഉപയോഗിക്കാതെയൊക്കെ മുടി പിന്നെ അഴുക്ക് കളയാ, എണ്ണ കളയാ എന്നൊക്കെ തോന്നും. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതൊന്നും ഞാൻ ഷാമ്പു ഉപയോഗിച്ചിട്ടല്ല കേട്ടോ. ഷാമ്പു സോപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നത് മുഴുവനും ഈ ആയുർവേദ പൊടികളാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചിട്ട് അതിൻ്റെ പാക്ക് തേക്കാം കേട്ടോ. പ്രോട്ടീനും കൂടുതൽ കിട്ടും, നല്ല റിസൾട്ടും കിട്ടും മുടിക്ക് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ വളരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ വീഡിയോസ് ഓരോന്നും കണ്ട് നിങ്ങൾക്ക് പപ്പായയുടെ ഉണ്ട്, പ്ലസ് ഒലിവ് ഓയിൽ ഉണ്ട്, അലോവേറ പ്ലസ് ഒലിവ് ഓയിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് പാക്കും കാര്യങ്ങളും ജെല്ലായിട്ടും സെറമായിട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂട്ടോ. എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അത് ചെയ്തിട്ട് കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലാത്തവർ ഒരു 100 ml 200 ml വാങ്ങിച്ച് വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ പാക്കിൻ്റെ കൂടെ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. മുടിക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല സിൽക്കി ആയിട്ടിരിക്കും. ഇങ്ങനെയുള്ള ഓരോ പാക്ക് തേച്ചിട്ടാണ് മുടി ഇതേ കണ്ടീഷനിൽ
ആക്കുന്നത് കേട്ടോ. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അങ്ങനെ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി നല്ല റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കേട്ടോ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള മുടിയൊക്കെ ഇത്തരത്തിൽ ഏത് തരത്തിലാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ മുടി കീപ്പ് ചെയ്ത് പോകുന്നുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുടി ഭംഗിയായി കൊണ്ടുപോകണം അല്ലേ. മുടി ഹെയർ ഫോള് അതാണ് ഏറ്റവും മെയിൻ അല്ലേ. ഹെയർ ഫോൾ ഇല്ലാതിരിക്കുക, മുടി ഗ്രോത്ത് ഉണ്ടാവുക, കൂടാതെ സിൽക്കി ആയിട്ടിരിക്കുക, മുടി നല്ല ഭംഗിയായിട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ വിറ്റാമിൻ എ വേണം, സി വേണം, കെ വേണം, പൊട്ടാഷ്യം വേണം, ഇത്രയും കാൽസ്യം വേണം. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. ഇത് ആണ് വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് അല്പം വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മളത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്ത് കഴിഞ്ഞ് അതിനെ തണുപ്പിക്കാൻ അനുവദിക്കുക കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ അത് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് നമുക്ക് കുഴമ്പ് പോലെ കിട്ടും. ആ കുഴമ്പിൽ നമുക്ക് നമ്മുടെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ഓയിലുണ്ടല്ലോ, ഞാൻ മിക്ക പാക്കിൽ ഉപയോഗിക്കുന്ന ഓയിലുണ്ട് കേട്ടോ, ഒലിവ് ഓയിലുണ്ട്. അപ്പോൾ ഈ ഒലിവ് ഓയിൽ, ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് ആ മാസ്ക് ഇളക്കിയിട്ട് തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ. സൂപ്പറായിരിക്കും കേട്ടോ. നല്ല ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഹെയർ സ്മൂത്തൻ ചെയ്യും, നമ്മളുടെ ഫോളിക്കിൾസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യും, സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഫോളിക്കിൾസ് എല്ലാം ഓപ്പൺ ആവും. നമുക്ക് നമ്മളുടെ ഈ മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ ഫ്രീസി ആവില്ല, കട്ട പിടിക്കില്ല, മുടി പൊട്ടിപ്പോവില്ല. മുടി എപ്പോഴും മോയ്സ്ചറൈസേഷൻ നടന്നുകൊണ്ടിരിക്കും നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. മുടി എപ്പോഴും ഡ്രൈനെസ് ഉണ്ടാവില്ല കേട്ടോ. മുടി എപ്പോഴും ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഈ പാക്ക് കഴിയുമ്പോൾ നമ്മളിതങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നീർപ്പിടുത്തുള്ളവർ പിന്നെ പറഞ്ഞ പോലെ തന്നെ രാസനാദിപ്പൊടി നിറയെ തിരുമ, അല്ലെങ്കിൽ ഞാൻ മുരിങ്ങയുടെ ഇലയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതിലുണ്ട് കേട്ടോ. ഈ പ്രശ്നം നീർക്കെട്ടുള്ളവർക്ക് എങ്ങനെ തടയാം അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഈ നമ്മൾ അരമണിക്കൂർ തലയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വെറും വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും മുടി കാണാൻ. അപ്പോൾ വെണ്ടയ്ക്ക നിങ്ങൾക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും തലമുടിക്ക് എത്രയാണോ ആവശ്യം, ഞാൻ ഇത്രയും എടുക്കുന്നത് കേട്ടോ. ഞാനൊരു 7 എടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക. അത് കിളുന്ന വെണ്ടയ്ക്ക ആയിരിക്കണം കേട്ടോ. 7 എണ്ണം അരിഞ്ഞ് തിളപ്പിക്കുക, ആറാൻ വെക്കുക. ആറി കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളത്തോടു കൂടി അരച്ച് മാസ്കായിട്ട് എടുക്കുക. അപ്പോൾ അധികം വെള്ളം വെക്കണ്ട കേട്ടോ. നമുക്ക് ഓരോരുത്തർക്ക് എന്തോരം വേണോ അത്രയും വയ്ക്കാം. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ വണ്ണം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് തേക്കാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് സൂപ്പറാണ്. ഹെയർ ഫോളൊന്നും ഉണ്ടാവില്ല, ഹെയർ ഫോളൊക്കെ മാറും കേട്ടോ. വിറ്റാമിൻ എ, സി, കെ എല്ലാം ഉണ്ട്. നമുക്ക് മുടിക്ക് ആവശ്യമായ എല്ലാ വിറ്റാമിനും ഈ വെണ്ടയ്ക്കയിലുണ്ട് കേട്ടോ. ചിലവർക്കൊരു ധാരണയുണ്ട് ഇത് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണോ എന്ന്. കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് അല്ല, അത് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. എങ്കിലും ഇതിന് ചില സിമിലാരിറ്റീസ് ഉണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റായിട്ട്. ഹെയർ ഫ്രീസി ആയിരിക്കില്ല, സ്മൂത്തനിങ് ആവും, സിൽക്കി ആവും, പിന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെയുള്ള നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതേപോലെയുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുഞ്ഞു ടിപ്സാണ്. നമ്മുടെ അടുക്കളയിലൊക്കെ നമുക്ക് അധികം പൈസ ചിലവാക്കാതെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉപയോഗിക്കണം കേട്ടോ. ഉപയോഗിച്ചപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ വെണ്ടയ്ക്ക ഒന്നും അത്ര അധികം ഒന്നും എടുക്കണം എന്നില്ല കേട്ടോ. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒരു 3 വെണ്ടയ്ക്ക എടുക്കുക.
എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ആറ്റി അരച്ച് ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അളവ് കുറയ്ക്കാം, അളവും കുറയ്ക്കുക, സമയം കുറയ്ക്കുക. തലയിൽ പരട്ടി അപ്ലൈ ചെയ്ത് അല്ലേ, അപ്ലൈ ചെയ്ത് ഇരിക്കുന്ന സമയം നമുക്ക് കുറയ്ക്കാം, എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അതുപോലെ സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇത് നമുക്കറിയാലോ ഓരോരുത്തർക്കും എത്രത്തോളം തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റും. ചിലർക്ക് തണുപ്പ് കൂടുതൽ തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നീർപ്പിടുത്തം ഉണ്ടാവും. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ, അല്പം എടുത്ത് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ പിന്നെ നമുക്ക് മുടിക്ക് സ്യൂട്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ കൂട്ടി കൂട്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒലിവ് ഓയിലും വെണ്ടയ്ക്കയും തമ്മിലുള്ള ഹെയർ മാസ്ക്, ഇത് സൂപ്പർ ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഓരോ മാസ്ക് ആണെങ്കിലും പാക്ക് ആണെങ്കിലും ടിപ്സ് ആണെങ്കിലും ഇതെല്ലാം ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ചൂട് സമയമാണ്, തലയിൽ കുരുക്കൾ വരാതെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള താളിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ആഴ്ചയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ മറക്കരുത് കേട്ടോ. പിന്നെ ആവശ്യമായ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുക, ജ്യൂസായിട്ട് കുടിക്കാം, ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കഴിക്കാം, ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ കഴിക്കാം. അപ്പം ഒന്നുമില്ലെങ്കിൽ അല്പം നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കാം കേട്ടോ. ചൂടിൽ നിന്ന് നമ്മളെ ബോഡി തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ വേറൊരു ടിപ്പുമായിട്ട് കാണാം.